ഹായ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്ന് പറ. ഹായ് എന്ന് പറ. നമ്മളെവിടെ പോവാണ്? അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് കാപ്പിൽ ബീച്ചിൽ പോവുകയാണ്. വർക്കല കാപ്പിൽ ബീച്ചാണ്. എവിടാ? അപ്പൊ എല്ലാരും റെഡിയായി നിൽക്കുക. ഇവ ആദ്യം ഫ്രണ്ട് നിൽക്കുകയാണ് പോവാനായിട്ട് അല്ലേ? അപ്പം ബാക്കിയുള്ളവർ താഴെ റെഡിയാവുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം ആറ്റിങ്ങൽ നിന്ന് ഒരു 25 കിലോമീറ്റർ അകലെയുള്ള കാപ്പിൽ ബീച്ച്, വർക്കല കാപ്പിൽ ബീച്ചിലോട്ട് ഓൺ ദ വേ ആണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരുപാടുള്ള ഒരു ബീച്ചാണ്. അതേപോലെ കായലും കടലൊക്കെ കയറി കിടക്കുന്ന ഒരുമിച്ച് കിടക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നും കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ എല്ലാം തിരിച്ചിറങ്ങാനുള്ളത് കുറച്ച് അങ്ങോട്ടാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റുള്ള ഒരു ഐറ്റം ഇവിടെ കണ്ടത് കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് വെച്ച്. ഇറങ്ങല്ല പാനിപ്പൂരി. എന്തായാലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീംകാരും അതേപോലെ ചെറിയ ചെറിയ വേറെ കടകളൊക്കെ ഉണ്ട്. ഓരോ സ്ഥലത്തിനും ഓരോ വെറൈറ്റി രീതിയിലാണ് ഓരോ സ്ഥലത്തും. ചിലത് അതിൽ കൂടെ തന്നെ ഒഴിച്ച് വയ്ക്കും. ഇതിപ്പം ഒരു കപ്പിലെടുത്ത് വെച്ചേക്കാണ്. വെറൈറ്റി സാധനല്ലേ ഇതിന്റെ അകത്ത് പൊട്ടിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെയാണ്. അപ്പൊ ഇതിപ്പം ഇതിനകത്ത് ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. സാധാരണ നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടൊക്കെയാണ് തരുന്നത്. അങ്ങനെ കഴിച്ചു നോക്കിയേ. എന്താ എക്സ്പ്രഷൻ അങ്ങനെ ആയിപ്പോയത്? എന്റെ കൊച്ചിനും കൂടെ കൂടെ സ്പൈസി ആയിപ്പോയി. അവളിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല മണം. കുറച്ച് വായിലോട്ട് അല്ലെങ്കിൽ നിന്റെ ഇത് പെത്തു പോകും. പാവം കൊച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ആദി അമ്മ കഴിക്കില്ല. അത് കഴിക്കേണ്ടത് മലന്ന് നോക്കണോ അമ്മ അത് കഴിക്കുമ്പോ? എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നും തിന്നുന്ന അത്ര പോരാ. എനിക്ക് സ്പൈസിയാണ്. പിന്നെ കൂടുതലും പൊട്ടറ്റോ ഉരുളക്കിഴങ്ങിന്റെ ഒക്കെ ഒരു ഇതാണ് കൂടുതൽ പോയിട്ടുള്ളത്. ഒറ്റ കുളത്തിലായിരുന്നു ഉരുളക്കിഴങ്ങും സവാളയും അതൊക്കെയാണ്. പക്ഷെ നമുക്ക് അതിന്റെ ആ ഒരു കറക്റ്റ് ആ ഒരു മിക്സർ വരലേക്കുള്ള ഒരു ആ
തോന്നിയില്ലായിരുന്നു. ആദ്യമായിട്ട് കഴിച്ചപ്പോഴേ കഴിച്ച മാള് തന്നെ പണി കിട്ടിയിരിക്കുകയാണ്. അത്ര കുളത്തില്ല. എന്തായാലും നമുക്ക് പണി കിട്ടി. ഇനി എന്തായാലും നമ്മൾ മുമ്പോട്ട് തന്നെ പോവും. അയ്യോ ഇറങ്ങലി ഇറങ്ങലി ഇറങ്ങലി. വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് നിൽക്കാൻ നല്ല ഒരു സൈലൻസ് ആയിട്ടുള്ള പ്ലേസ് ആണ്. പക്ഷെ നമുക്ക് അബദ്ധം പറ്റി നമ്മളും ഡ്രസ്സൊക്കെ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ കിടന്ന് മറിയായിരുന്നു. അതിനുള്ള ഇത് പറ്റാത്തതുകൊണ്ട് ആകെ വിഷമത്തിലായിപ്പോയി. ആദ്യക്കാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിക്കൊള്ളാൻ വയ്യാതെ ആദ്യം ചെന്ന് വീണേ. ആദ്യം വെള്ളത്തിൽ ഇറങ്ങിക്കൊള്ളാൻ വയ്യാതെ നടക്കുകയാണ്. നമ്മളിവിടെ നിന്ന് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കാപ്പിൽ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. നമ്മളൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ വേലത്തര ഇതാണ്. എന്തിനാണെന്നാ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ അതും കൂടെ ഒന്ന് റീൽ എടുത്തിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ. അങ്ങനെ നമ്മൾ കായൽ തീരമൊക്കെ കഴിഞ്ഞ് കടൽ തീരത്തോട്ട് പോവുകയാണ്. ആദ്യം മുമ്പേ ഓടയാണ്. നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് എല്ലാവരും അവരുടെ ഒരു ലോകത്ത് നിൽക്കുകയാണ്. ഫുള്ള് പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ ഉള്ളൊരു നടപ്പാതയാണ് നമുക്കുള്ളത്. നമുക്ക് പോകാനായിട്ട് നേരതാ നമ്മൾ ആഴക്കടലിലേക്ക് എത്തിയിട്ടുണ്ട്. ആ കടലിൻ്റെ ഇരമ്പൽ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഏതാണ്ട് 7 മണി അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും തിരിച്ച് നമ്മളെ കൂടുകളിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തായാലും അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഓക്കെ ബൈ. അപ്പൊ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഓക്കെ ടാറ്റാ.